അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ജെൻഡർ ആൻഡ് സൊസൈറ്റി എന്നുള്ള പേപ്പറിലെ ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് യൂണിറ്റ് 1 ആണ്. അതായത് വാട്ട് ഈസ് ജെൻഡർ ആൻഡ് വൈ ഷുഡ് വി സ്റ്റഡി ഇറ്റ്. സോ നമ്മൾ ഒരു ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് 4 മൊഡ്യൂളിലും നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒരു ടെക്സ്റ്റിൻ്റെ 4 ചാപ്റ്റേഴ്സാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആ ടെക്സ്റ്റിൻ്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡ് ഓഫ് ഈക്വൽസ്, ടെക്സ്റ്റ് ബുക്ക് ഓൺ ജെൻഡർ. അതായത് ജെൻഡറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ടെക്സ്റ്റാണ് നമ്മൾ, അതായത് ആ ടെക്സ്റ്റിലെ 4 ചാപ്റ്റേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. മൊഡ്യൂൾ 1 നമുക്ക് യൂണിറ്റ് 1 വെച്ചാൽ അതിനകത്ത് ആ ടെക്സ്റ്റ് ബുക്കിലെ തന്നെ യൂണിറ്റ് 1 ആണ് നമുക്ക് പഠിക്കാനുള്ളത്. മൊഡ്യൂൾ 2 നമുക്ക് ആ ടെക്സ്റ്റ് ബുക്കിലെ യൂണിറ്റ് 2ഉം, മൊഡ്യൂൾ 3 ഈ ടെക്സ്റ്റ് ബുക്കിലെ യൂണിറ്റ് 11ഉം, മൊഡ്യൂൾ 4 നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ അതേ സെയിം ടെക്സ്റ്റ് ബുക്കിലെ തന്നെ യൂണിറ്റ് 7ഉമാണ് പഠിക്കാനുള്ളത്. മൊഡ്യൂൾ 5 എന്ന് പറയുമ്പോൾ ജെൻഡറും ലോയുമാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ മൊഡ്യൂൾ 1 എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ടറി ടേംസ് ഒക്കെ നമ്മൾ നോക്കുകയാണ്. എന്താണ് ജെൻഡറും എന്താ പറയുക, സെക്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, അപ്പം ജെൻഡർ എന്ന് വെച്ചാൽ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള മീനിങ് എന്താണ്, അതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ആദ്യമേ ഞാൻ യൂണിറ്റ് വൈസ് സമ്മറി ഓരോന്നും പറഞ്ഞു തരാം. അതായത് നമുക്ക് 4 യൂണിറ്റ്സ് ഇതിനകത്ത് പഠിക്കാനുണ്ടെങ്കിലും ഈ ബുക്കിൻ്റെ ബാക്കിയുള്ള യൂണിറ്റ്സിലും എന്താണ് പറയുന്നതെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പം ജെൻഡർ ആൻഡ് സൊസൈറ്റി എന്നാണ് നമ്മുടെ പേപ്പറിൻ്റെ പേര്. അപ്പം നമ്മൾ എന്തിനെക്കുറിച്ചൊക്കെ ആയിരിക്കും പഠിക്കുന്നത്, ജെൻഡറിൽ ഉൾപ്പെടുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ആൻഡ് കണക്ഷൻ വിത്ത് സൊസൈറ്റി എന്താണ് അതും കൂടി ആയിരിക്കും നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നോക്കി, അപ്പോൾ ഈ ബുക്ക് നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു ടെക്സ്റ്റ് ഉണ്ടല്ലോ, വേൾഡ് ഓഫ് ഈക്വൽസ്, ടെക്സ്റ്റ് ബുക്ക് ഓൺ ജെൻഡർ എന്നുള്ളത് ജെൻഡറിനെ കുറിച്ചും അതായത് നമ്മളിപ്പം തേർഡ് ജെൻഡർ എന്ന് പറഞ്ഞ്, അതായത് ട്രാൻസ്ജെൻഡേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്, LGBTQ+ കമ്മ്യൂണിറ്റിയെ കുറിച്ച് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നുണ്ട്. സോ അവർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്താണ്, അവരെക്കുറിച്ചുള്ള സ്റ്റീരിയോടൈപ്സ്, എസ്പെഷ്യലി സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന സ്റ്റീരിയോടിപ്പിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അപ്പോൾ അങ്ങനത്തുള്ള കാര്യങ്ങളും ഈക്വാളിറ്റിക്ക് വേണ്ടിയുള്ള നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളും ഒക്കെയാണ് ഈ ഒരു വർക്കിനകത്ത് നമ്മൾ പഠിക്കേണ്ടത്. ഈക്വാലിറ്റി എന്ന് വെച്ചാൽ ഈക്വാലിറ്റി ബിറ്റ്വീൻ ജെൻഡേഴ്സ്. ഓക്കെ, ദെൻ ഫസ്റ്റ് യൂണിറ്റിനകത്ത് നമ്മൾ പഠിക്കുന്നത്, നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിൻ്റെ ടൈറ്റിൽ എന്താണ്, വാട്ട് ഈസ് ജെൻഡർ, വൈ ഷുഡ് വി സ്റ്റഡി ഇറ്റ്. എന്താണ് ജെൻഡർ, നമ്മൾ എന്തിനാണ് ജെൻഡർ പഠിക്കുന്നത്. ഈ ഫസ്റ്റ് യൂണിറ്റിനകത്ത് നമ്മൾ ജെൻഡറിൻ്റെ കോൺസെപ്റ്റും ജെൻഡറും സെക്സും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അതായത് ജെൻഡർ എന്ന് പറയുന്ന കാര്യം സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആണെന്നും, അതായത് ജെൻഡർ എന്ന് പറയുമ്പോൾ നമുക്ക് തീരുമാനിക്കാം. ഇപ്പം നമ്മൾ ജനിക്കുമ്പോൾ ഞാനിപ്പോൾ ഒരു പെൺകുട്ടിയാണ് അല്ലെങ്കിൽ ഒരു സ്ത്രീ ആണെന്ന് പറയുമ്പോൾ എനിക്ക് ബയോളജിക്കലി എന്താണ്, എൻ്റെ റീപ്രൊഡക്റ്റീവ് പാർട്സ് ആണെന്നുണ്ടെങ്കിലും ബയോളജിക്കലി ഞാൻ സ്ത്രീയാണ്, എൻ്റെ മനസ്സിലും ഞാൻ സ്ത്രീ തന്നെയാണെന്നുള്ളൊരു ഇത്. പക്ഷേ ജെൻഡർ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, എന്താണ് നമുക്ക് തീരുമാനിക്കാം. ഇപ്പോൾ എനിക്ക് ചിലപ്പോൾ സ്ത്രീയുടേതായിട്ടുള്ള റീപ്രൊഡക്റ്റീവ് പാർട്സ് ആയിരിക്കും, പക്ഷേ എനിക്ക് മൈൻഡിൽ ചിലപ്പോൾ ഒരു പുരുഷൻ്റേതായിട്ടുള്ളൊരു മാനസികമായിട്ടുള്ളൊരു ഇതായിരിക്കും ചിലപ്പോൾ എനിക്കുള്ളത്. അപ്പോൾ അവിടെ നമുക്ക് പറയാൻ പറ്റും, ആ പുള്ളിക്ക് പറയാൻ പറ്റും, എൻ്റെ ബയോളജിക്കലി ഞാൻ സ്ത്രീയുടെ റീപ്രൊഡക്റ്റീവ് പാർട്സ് ഉള്ളതുകൊണ്ട് ഞാൻ പെൺകുട്ടിയാണെന്ന് അയാൾക്ക് ഒരിക്കലും ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. കാരണം അയാൾക്ക് അത് മനസ്സ് അനുവദിക്കത്തില്ല. കാരണം പുള്ളിക്കാരൻ്റെ മൈൻഡിൽ ചിലപ്പോൾ എന്തായിരിക്കും, പുരുഷൻ്റേതായിട്ടുള്ള ഒരു ഇതായിരിക്കും ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് സ്ത്രീയുടെ ഈ ഒരു പാർട്സ് എന്ന് പറയുന്നത് തന്നെ എന്താണ്, അവർക്ക് അത് എങ്ങനെയെങ്കിലും റിമൂവ് ചെയ്യുക, അങ്ങനെയാണ് എന്താണ് റിമൂവ് ചെയ്ത് അവർ ഓപ്പറേഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നില്ലേ അവർ വേറെ ജെൻഡറിലോട്ട് മാറുമ്പോഴൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനൊരു കോൺസെപ്റ്റിൻ്റെ റൈസ് എങ്ങനെയാണ് വരുന്നത്. അതായത് ജെൻഡർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾവേസ് ഒരു സോഷ്യൽ കൺസ്ട്രക്റ്റ് ആണത്. അതായത് നമുക്ക് തീരുമാനിക്കാം നമ്മുടെ ജെൻഡർ എന്താണെന്നുള്ളത്. സെക്സ് എന്ന് പറയുന്നത് നമ്മൾ വാട്ട് വി ആർ ബോൺ വിത്ത്, അതായത് നമ്മുടെ ബയോളജിക്കൽ പാർട്സിനെയാണ് നമ്മൾ സെക്സ് എന്ന് പറഞ്ഞ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ മെയിൽ ഓർ ഫീമെയിൽ എന്ന് പറഞ്ഞ് നമ്മൾ ആ ഒരു കൺസ്ട്രക്ഷൻ നമ്മൾ ചെയ്യുന്നത്. ജെൻഡർ എന്ന് പറയുമ്പോൾ മെയിൽ ഓർ ഫീമെയിൽ എന്നല്ല നമ്മൾ നോക്കുന്നത്. ജെൻഡർ എന്ന് പറയുമ്പോൾ എന്താണ്, അതൊരു കൺസ്ട്രക്ഷനാണ്, അത് നമുക്ക് തീരുമാനിക്കാം. അതായത് ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ വെറും കൺസ്ട്രക്ഷൻ മാത്രമാണ്. അതായത് പാവാട എടുത്ത് നടക്കണം, അല്ലെങ്കിൽ വളയിടണം, പൊട്ടിടണം, ഇങ്ങനെയൊന്നും അല്ല നമ്മളിപ്പോൾ ചുറ്റിനും കാണുന്നത്. സോ അത് വെറും കൺസ്ട്രക്ഷൻ മാത്രമാണ്. ഓക്കെ, അപ്പോൾ സെക്സ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ബയോളജിക്കലാണ്. അതായത് നമ്മുടെ ബോഡി പാർട്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, നമ്മുടെ ബോഡിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും സെക്സ് എന്ന് പറയുന്നത്. ജെൻഡർ എന്ന് പറയുമ്പം അങ്ങനെയല്ല. ഓക്കെ, ദെൻ ആൻഡ് അപ്പോൾ ഈ യൂണിറ്റിനകത്ത് നമ്മൾ പഠിക്കുന്നത് സ്റ്റഡിയിങ് ജെൻഡർ ആൻഡ് ഇനിക്വാളിറ്റീസ് എന്തൊക്കെയാണ്, ജെൻഡർ ഇനിക്വാളിറ്റീസ് എന്തൊക്കെയാണ്, സ്റ്റീരിയോടൈപ്സ് എന്തൊക്കെയാണ്, ഡിസ്ക്രിമിനേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കുന്നു. അതുപോലെ തന്നെ ജെൻഡറും ക്ലാസും കാസ്റ്റും റേസും തമ്മിലുള്ള ബന്ധങ്ങളും എന്താണെന്ന് നോക്കുന്നു. യൂണിറ്റ് 2 നമ്മൾ നോക്കാൻ പോകുന്നത് ജെൻഡറും സോഷ്യലൈസേഷനുമാണ്. അതായത് ഇൻഡിവിജ്വൽസ് എങ്ങനെയാണ് ഓരോ ജെൻഡർ റോൾസിലോട്ട് എത്തുന്നത്. അതായത് യങ് ഏജ് തൊട്ട് നമ്മൾ ഫാമിലിയിൽ നിന്ന് ഓരോന്ന് കേൾക്കുന്ന വഴി, എഡ്യൂക്കേഷൻ വഴി, മീഡിയ വഴി, കൾച്ചർ വഴി നമ്മുടെ ജെൻഡർ റോൾസ് നമ്മൾ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ അതായത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ, ഒരു പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ എന്താണ്, വളയിടുക, പൊട്ടിടുക, കണ്ണെഴുതുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ തൊട്ട്, കമ്മലിടുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ തൊട്ട് നമ്മൾ എങ്ങനെയാണ് സൊസൈറ്റി കണ്ടീഷൻ ചെയ്യുന്നത്. സൊസൈറ്റി കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓൾറെഡി തന്നെ ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ രൂപത്തിലായിരിക്കും, നമ്മുടെ ടീച്ചേഴ്സിൻ്റെ രൂപത്തിലായിരിക്കും ആ ഒരു കോൺസെപ്റ്റ്സ് നമ്മുടെ ഉള്ളിലോട്ട് കിട്ടുന്നതെന്ന് വെച്ചാൽ ഇവർ വഴിയൊക്കെ ആയിരിക്കും. നമ്മൾ ആരുമായിട്ടൊക്കെയാണോ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഇടപഴകുന്നത്, നമ്മുടെ ഫാമിലി വൈസ് റിലേറ്റീവ്സ്, ഫ്രണ്ട്സ് വഴിയൊക്കെ ആയിരിക്കും നമുക്ക് കുറേ കോൺസെപ്റ്റുകൾ നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നത്.
സോ എന്തെന്നാ പറഞ്ഞിരിക്കുന്നത്, അപ്പം നമ്മുടെ യങ് ഏജ് തൊട്ട് നമ്മൾ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ്ഡ് ആവുന്നത്, നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ജെൻഡർ റോൾസൊക്കെ നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു, പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ നിർബന്ധിതരാകുന്നു, ഫോഴ്സ്ഡ് ആകുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിനകത്ത് നോക്കുന്നത്. ദെൻ അടുത്ത യൂണിറ്റ് എന്ന് പറയുന്നത് ജെൻഡർ സ്റ്റീരിയോ ടൈപ്സ് ആൻഡ് ദെയർ ഇമ്പാക്റ്റ് എന്നാണ് യൂണിറ്റ് 3യുടെ പേര്. അതായത് ജെൻഡർ സ്റ്റീരിയോ ടൈപ്സുകൾ എന്താണ്, ഇൻഡിവിജ്വൽസിൽ ഇപ്പം നമ്മുടെ ഇടയിലുള്ള ജെൻഡർ, അതായത് പെൺകുട്ടിയാണെങ്കിൽ ഇങ്ങനെ, ആൺകുട്ടിയാണെങ്കിൽ ഇങ്ങനെ, അതിനാണ് നമ്മൾ സ്റ്റീരിയോ ടൈപ്സ് എന്ന് പറയുന്നത്. കുറേ എന്താ പറയുക, കുറേ നോഷൻസ് ഉണ്ട്, കുറേ ഐഡിയാസ് ഉണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുള്ളത്. സൊസൈറ്റിയിൽ അതൊക്കെ എങ്ങനെയാണ് വർക്കൗട്ട് ആവുന്നത്, ഇതെങ്ങനെയാണ് നമ്മുടെ ഫ്രീഡത്തിനെ ലിമിറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ പെൺകുട്ടിയാണെങ്കിൽ ഇങ്ങനെ നടക്കണം എന്നുള്ളത് നമ്മളുടെ അടുത്ത് ഇങ്ങനെ സൊസൈറ്റിയും നമ്മുടെ ഫാമിലിയും റിലേറ്റീവ്സും എല്ലാം എൻഫോഴ്സ് ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലേ. നമ്മളിതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ടാണോ ജനിക്കുന്നത്? അല്ല, നമ്മൾ ജനിച്ച് നമ്മൾ സൊസൈറ്റിയോട്ട് ഇടപഴകുമ്പോഴാണ് നമ്മളും ഇങ്ങനെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി എടുക്കുന്നത്. അപ്പം അത് എങ്ങനെയാണ് നമ്മളിലൂടെ എൻഫോഴ്സ് ചെയ്യുന്നത്, പിന്നെ എഡ്യൂക്കേഷൻ, എംപ്ലോയ്മെൻറ്റ്, ഡിസിഷൻ മേക്കിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലോട്ടൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ജെൻഡറിൻ്റെ ബേസിസിൽ ഇനിക്വാളിറ്റി ഹാപ്പൻ ചെയ്യുന്നത്, ഇതൊക്കെയാണ്. അതായത് എക്സാമ്പിളായിട്ട് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ വേജ് ഗ്യാപ്പ്, അതായത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായിട്ടുള്ള വേതനമല്ല, സാലറി അല്ല കിട്ടുന്നതെന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ മസ്കുലൈൻ ആണെന്നുണ്ടെങ്കിൽ ഇന്ന എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്. ആൺകുട്ടികളാണെങ്കിൽ കരയാൻ പാടില്ല, ഷർട്ടും പാൻറ് അല്ലെങ്കിൽ ഷർട്ടും മുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ കളർ പിങ്ക് യൂസ് ചെയ്യരുത്, അതെന്ന് വെച്ചാൽ ഗേളിഷ് ആണ്, ഇങ്ങനെയൊക്കെയുള്ള കുറേ ആവശ്യമില്ലാത്ത കുറേ കോൺസെപ്റ്റ്സുകളുണ്ടല്ലോ, അതൊക്കെയാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നത് ഈ ഒരു യൂണിറ്റിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് 4th യൂണിറ്റ് എന്ന് പറയുന്നത് ജെൻഡർ ബേസ്ഡ് വയലൻസ് ആണ്. അതായത് പെൺകുട്ടി ആയതുകൊണ്ട് നമ്മൾ ഒരുപാട് ഫിസിക്കൽ ആണെങ്കിലും ഇമോഷണൽ ആണെങ്കിലും എക്കണോമിക്കലായിട്ടുള്ള രീതിയിലുള്ള അബ്യൂസ് നേരിടുന്നത് ആൺകുട്ടികൾ നേരിടുന്നുണ്ട് ഇപ്പം. ഇങ്ങനെയുള്ള ജെൻഡർ ബേസ്ഡ് വയലൻസും, അങ്ങനെ വയലൻസിൻ്റെ കാരണങ്ങൾ എന്താണെന്നും, പേട്രിയാർക്കിയെക്കുറിച്ചും, അതുപോലെ തന്നെ എന്താണ് സ്ത്രീകൾക്കെതിരെയുള്ള വയലൻസിനെ ആളുകൾ എങ്ങനെയാണ് ഇങ്ങനെ നോർമലൈസ് ചെയ്ത് കൊണ്ടുപോകുന്നതെന്നും ഒക്കെയാണ് നമ്മൾ നോക്കുന്നത്. അതായത് നമ്മൾ കേസ് സ്റ്റഡീസ്, ലോസ്, നിയമങ്ങൾ, പോളിസീസ്, ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ യൂണിറ്റ് 5-നകത്ത് ജെൻഡർ, വർക്ക് ആൻഡ് എക്കണോമിക് ലൈഫാണ്. അതായത് എക്കണോമിക് ലൈഫിനെ നമ്മൾ, അല്ലെങ്കിൽ ജോലി, അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്നിടത്ത്, അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ്, അല്ലെങ്കിൽ നമ്മുടെ പൈസയുടെ കാര്യമൊക്കെ വരുമ്പോൾ ജെൻഡർ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ്ഡ് ആവുന്നത്. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ അമ്മമാരൊക്കെ ഡൊമസ്റ്റിക് ലേബർ ഒരുപാട് ചെയ്യുന്നവരാണ്. പക്ഷെ അവർക്ക് അതിനനുസരിച്ച് അതും എന്താണ്, ഒരു ജോബ് തന്നെയാണല്ലേ. ഹൗസ് വൈഫ് അല്ലെങ്കിൽ ഹോം മേക്കർ എന്ന് പറയുന്നത് ഒരു ജോലി തന്നെയാണ്. സോ അതിനുള്ള അത് അവർ അൺപെയ്ഡ് ആയിട്ട് ചെയ്യുന്ന ജോലിയാണ്. സോ ആ ഒരു കാര്യം വരുന്നുണ്ട്. വേജ് ഗ്യാപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വരുന്നുണ്ട്. പിന്നെ ഒക്കുപേഷൻസിൽ വരുന്ന സെഗ്രിഗേഷൻസ്, അതായത് ചില ജോലികൾ ആണുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ, ചില ജോലികൾ പെണ്ണുങ്ങൾക്ക് എന്നൊക്കെയുള്ളൊരു രീതി. പിന്നെ അതുപോലെ തന്നെ സ്ത്രീകളുടെ കോൺട്രിബ്യൂഷനെ അതും എക്കണോമിക്കലായിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് അവരുടെ അത് വാല്യൂ ചെയ്യണം, അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് പറയുന്നത്. യൂണിറ്റ് 6 ജെൻഡർ എഡ്യൂക്കേഷനും, അതായത് എഡ്യൂക്കേഷൻ വഴി എങ്ങനെയാണ് ജെൻഡർ നോംസ് നമുക്ക് ഷേപ്പ് ചെയ്യാൻ പറ്റുന്നത്, അതുവഴി എംപവർമെൻറ്റ് സ്ത്രീകൾക്കാണെങ്കിലും മാർജിനലൈസ്ഡ് ആയിട്ട് നിൽക്കുന്ന ജെൻഡേഴ്സിനാണെങ്കിലും എങ്ങനെ അവർക്ക് എഡ്യൂക്കേഷൻ വഴി അവർക്ക് ഉയർന്നു വരാം, എഡ്യൂക്കേഷൻ വഴി അവർക്ക് മുകളിലുള്ള അല്ലെങ്കിൽ അവർക്ക് മേലുള്ള ഡിസ്ക്രിമിനേഷനൊക്കെ നമുക്ക് എങ്ങനെ മാറ്റാം. യൂണിറ്റ് 7 എന്ന് പറയുന്ന ജെൻഡറും ഹെൽത്തുമാണ്. ഓക്കെ, ഹെൽത്ത് കെയറും, അതായത് ഹെൽത്ത് ഔട്ട്കംസ് എന്താണ്, മെറ്റേണൽ ഹെൽത്ത്, അമ്മമാരുടെ ഹെൽത്ത്, റീപ്രൊഡക്റ്റീവ് റൈറ്റ്സ്, മെൻ്റൽ ഹെൽത്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങളും ജെൻഡറുമായിട്ടുള്ള കണക്ഷൻ എന്താണ്. പിന്നെ യൂണിറ്റ് 8 ജെൻഡർ ആൻഡ് മീഡിയ വരുന്നുണ്ട്. ജെൻഡറിനെ കുറിച്ച് മീഡിയാസ്, അതായത് ഫിലിംസിലും അഡ്വർടൈസ്മെൻറ്റ്സിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ എങ്ങനെയാണ് കാണിക്കുന്നത്, സ്ത്രീകളെ ഒബ്ജക്റ്റിഫൈ ചെയ്ത് ഫിലിംസിലും പാട്ട് സീനിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ. അതുപോലെ അഡ്വർടൈസ്മെൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും സ്ത്രീകൾ എപ്പോഴും മിക്കവാറുള്ള അഡ്വർടൈസ്മെൻറ്റ്സിലെല്ലാം അടുക്കളയിലായിരിക്കും നിൽക്കുന്നത് അല്ലേ. ആണുങ്ങൾ പേപ്പർ വായിക്കുന്നു, അല്ലെങ്കിൽ ചായ കുടിക്കുന്നു, അല്ലെങ്കിൽ ജോഗ് ചെയ്തുകൊണ്ട് വരുന്നു. അപ്പോൾ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ. ദെൻ ജെൻഡർ ആൻഡ് ലോ ആണ് യൂണിറ്റ് 9-നകത്ത് പറയുന്നത്. അതായത് ജെൻഡർ ഇനിക്വാളിറ്റിയെ അഡ്രസ്സ് ചെയ്യാനും നമ്മുടെ ഇനിക്വാളിറ്റീസൊക്കെ ഫേസ് ചെയ്യുന്ന ജെൻഡേഴ്സ് അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള റൈറ്റ്സ് എന്തൊക്കെയാണ്, നിയമങ്ങൾ എന്തൊക്കെയാണ്, ലീഗൽ പ്രൊവിഷൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അതായത് ഡൊമസ്റ്റിക് വയലൻസ് ആണെങ്കിലും സെക്ഷൽ ഹാരസ്മെൻറ്റ് ആണെന്നുണ്ടെങ്കിലും ഡിസ്ക്രിമിനേഷൻ ആണെന്നുണ്ടെങ്കിലും ഇതിനെതിരെയുള്ള നിയമങ്ങൾ എന്തൊക്കെയുണ്ട്. യൂണിറ്റ് 10 എന്ന് പറയുന്നത് എന്താ, ജെൻഡർ ഈക്വൽ സൊസൈറ്റി ബിൽഡ് ചെയ്യുക. അതായത് ബിൽഡിങ് എ ജെൻഡർ ഈക്വൽ സൊസൈറ്റി, അതായത് എങ്ങനെ നമുക്ക് ജെൻഡർ ഇക്വാളിറ്റി അച്ചീവ് ചെയ്യാൻ സാധിക്കും. അത് കളക്റ്റീവ് ആക്ഷനിലൂടെയും എഡ്യൂക്കേഷനിലൂടെയൊക്കെയാണ് നമുക്ക് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ കൺക്ലൂഷനകത്ത് അപ്പോൾ ഇതൊരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ളൊരു വർക്കാണ്. ജെൻഡർ ഇനിക്വാളിറ്റിയെക്കുറിച്ച് അഡ്രസ്സ് ചെയ്യുന്നു, എങ്ങനെയൊക്കെ നമുക്ക് നമുക്ക് ജെൻഡർ ഈക്വാളിറ്റി എങ്ങനെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിനകത്ത് പറയുന്നത്. ഇനി നമുക്ക് യൂണിറ്റ് 1 ആയിട്ടുള്ള വാട്ട് ഇസ് ജെൻഡർ, വൈ ഷുഡ് ബി സ്റ്റഡി ഇറ്റിനെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം.
അണ്ടർസ്റ്റാൻഡിങ് ജെൻഡർ എന്നാണ് ഫസ്റ്റ് നമ്മൾ ആദ്യമേ നോക്കുന്നത്. ജെൻഡർ എന്ന് വെച്ചാൽ എന്താണ്? അതൊരു സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ്. സൊസൈറ്റി ഉണ്ടാക്കിയ ഒരു ടേമാണ് അല്ലെങ്കിൽ കോൺസെപ്റ്റാണ് ജെൻഡർ എന്ന് പറയുന്നത്. സൊസൈറ്റി ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പെൺകുട്ടിയാണെങ്കിൽ ഇങ്ങനെ, ആൺകുട്ടിയാണെങ്കിൽ ഇങ്ങനെ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓൾറെഡി ഇറ്റ് ഇസ് ബീങ് ക്രാഫ്റ്റഡ് ബൈ ദ സൊസൈറ്റി. സോ ആൻഡ് വി ആർ ബ്ലൈൻഡ്ലി ഫോളോയിങ് ഇറ്റ്, അല്ലേ, ഫ്രം സിൻസ് ചൈൽഡ്ഹുഡ്, അല്ലേ. അപ്പം ജെൻഡർ എന്ന് പറയുന്നൊരു സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ളൊരു ടേമാണ്. ജെൻഡർ എന്ന് പറയുമ്പോൾ കുറേ റോൾസ് ഉണ്ട്, ബിഹേവിയർ ഉണ്ട്, കുറേ എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്. ഇൻഡിവിജ്വൽസ് ഇതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? ബിഹേവ് ചെയ്യുന്നു. നമ്മൾ എന്തിനനുസരിച്ചാണ് ബിഹേവ് ചെയ്യുന്നത്? നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സെക്സിനനുസരിച്ചാണ്, നമ്മൾ ബയോളജിക്കലി നമ്മൾ എങ്ങനെയാണോ അതിനനുസരിച്ചാണ് നമ്മൾ ബിഹേവ് ചെയ്യുന്നത്. അപ്പം ജെൻഡറും സെക്സ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേംസ് ആണ്. ജെൻഡർ എന്ന് പറഞ്ഞ ഒരു കൺസ്ട്രക്ഷനാണ്. ആ ഐഡൻറ്റിറ്റി നമുക്ക് തീരുമാനിക്കാം. സെക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ ബയോളജിക്കലി നമ്മൾ എങ്ങനെയാണ് ജനിച്ചേക്കുന്നത്, അത് മെയിലാണോ ഫീമെയിലാണോ ഓർഗൻസ് ഉള്ളത്. ഓക്കെ, ഡിഫറൻസ് ബിറ്റ്വീൻ സെക്സ് ആൻഡ് ജെൻഡർ. സെക്സ് എന്ന് പറയുമ്പോൾ ബയോളജിക്കലാണ്. ജെൻഡർ എന്ന് പറയുമ്പോൾ എന്താണ്? അത് കൾച്ചറലാണ്, അത് സൊസൈറ്റിയുടെ കൺസ്ട്രക്ഷനാണ്. അതിനൊരുപാട് വെറൈറ്റി ഉണ്ട്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സ്ത്രീകൾ വേണം കുട്ടികളെ നോക്കാൻ എന്നുള്ളത്. അപ്പോൾ അതെന്ന് പറയുന്നത് സൊസൈറ്റി ഉണ്ടാക്കിയ കാര്യം. ആണുങ്ങൾക്കും കുട്ടികളെ ഉണ്ടാക്കാം, അല്ലേ? അത് സൊസൈറ്റിയുടെ കൺസ്ട്രക്ഷൻസ് ആണ്. ചില കാര്യങ്ങൾ സ്ത്രീകൾ ചെയ്താലേ നന്നാവൂ എന്നൊക്കെ നമ്മളിങ്ങനെ പറയത്തില്ല. അയ്യോ അത് പെണ്ണുങ്ങളുടെ ജോലിയാണ്, ഇങ്ങനെ പറയത്തില്ല. അതൊക്കെ എന്തോ ബയോളജിക്കലി നമുക്ക് കിട്ടുന്ന അല്ല, അത് സൊസൈറ്റി വഴി നമുക്ക് കിട്ടുന്ന ഓരോ കാര്യങ്ങളാണ് ഇതൊക്കെ. സൊസൈറ്റിയുടെ ഐഡിയാസാണ് ഇതെല്ലാം. ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് വെച്ചാൽ അടുത്ത ടേം എന്താണ്? ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് വെച്ചാൽ ഒരു ഇൻഡിവിജ്വലിൻ്റെ, അതായത് അയാൾ ഏത് ജെൻഡറാണോ ചൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അയാൾ ഏത് ജെൻഡറുമായിട്ടാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, അതാണ് ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ നമ്മുടെ ബയോളജിക്കൽ പാർട്സിനനുസരിച്ചോ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ എക്സ്പെക്റ്റേഷൻസിനോ അനുസരിച്ചായിരിക്കത്തില്ല ഒരാളുടെ ജെൻഡർ ഐഡൻറ്റിറ്റി ചൂസ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരാൾ ആൺകുട്ടിയായി ജനിച്ചു, അവന് ബയോളജിക്കൽ പാർട്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവൻ്റെ സെക്സ് എന്ന് പറയുന്നത് അവന് മെയിൽ ഓർഗൻസ് ആയിരിക്കും ഉള്ളത്. പക്ഷേ അവൻ്റെ മനസ്സിൽ അവന് പെൺകുട്ടിയാണെന്ന് തോന്നുവാണ്, പെൺകുട്ടിയെ പോലെ സാരി ഉടുക്കണം എന്ന് തോന്നുവാണ്. എന്ന് വെച്ചാൽ അങ്ങനെയല്ല ഞാൻ പറയുന്നത്, അതായത് ഒരു പെൺകുട്ടിയെ ആവണമെന്ന് അവൻ്റെ മനസ്സിൽ ഉറച്ചൊരു തീരുമാനം വരുവാണ്. അപ്പം ആർക്കെങ്കിലും പറയാൻ പറ്റുമോ പിന്നെ നീ ആണാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ? നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ അവൻ്റെ മുഖത്ത് നോക്കി? ഇല്ല. എന്ന് വെച്ചാൽ നമ്മളാരാ അത് പറയാൻ? ആ കുട്ടിയാണ് തീരുമാനിക്കുന്നത് എന്തെന്ന്. ഞാൻ പെൺകുട്ടിയായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ആ കുട്ടിയാണ് തീരുമാനിക്കുന്നത്. ആണായിട്ട് ജനിച്ചത് കൊണ്ട് എനിക്ക് പെൺകുട്ടിയായി മാറാൻ പറ്റില്ല എന്നല്ല, അതൊരിക്കലും നമുക്ക് ഫോഴ്സ്ഫുള്ളായിട്ട് ചെയ്യാനും പറ്റത്തില്ല. സോ ആ കുട്ടിയുടെ ജെൻഡർ ഐഡൻറ്റിറ്റി എന്തായിരിക്കും? അപ്പോൾ അവിടെ പെൺകുട്ടിയുടെ ആൺകുട്ടിയുടെ ശരീരമാണെങ്കിലും അത് ആ കുട്ടിയുടെ ജെൻഡർ ഐഡൻറ്റിറ്റി എന്തായിരിക്കും? അവൻ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഏത് ജെൻഡറിലോട്ടാണോ അതായിരിക്കും. അതായത് അവനിപ്പോൾ ഫീമെയിൽ ആകണം എന്നാണ് അവൻ്റെ മനസ്സിലെങ്കിൽ അത് ഫീമെയിൽ ജെൻഡറുമായിട്ടായിരിക്കും അവൻ ചിലപ്പോൾ മുമ്പോട്ട് പോകുന്നതും. അവന് ബോഡി പാർട്സോ മെയിലിൻ്റെ ആണെന്നുണ്ടെന്ന് പറഞ്ഞ് നമുക്കൊരിക്കലും ബോയ് എന്ന് പറയാൻ സാധിക്കുകയില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ സൊസൈറ്റൽ കൺസ്ട്രക്ഷൻ ഓഫ് ജെൻഡർ എന്താണ്? അതായത് ജെൻഡർ റൂൾസ് അല്ലെങ്കിൽ ജെൻഡർ നോംസ്. നമ്മളിപ്പോൾ ഒരു പെണ്ണായിട്ട് ജനിക്കുകയാണെങ്കിൽ കുറേ നോംസ് അല്ലെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഫാമിലി ആണെന്നുണ്ടെങ്കിൽ തന്നെ എക്സാമ്പിളായിട്ട് ടോയ്സ്, അതായത് ജെൻഡേർഡ് ടോയ്സ് ഉണ്ട്. ഡോൾസ് ആണെങ്കിൽ ഗേൾസിനും, കാർസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ട്രക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബോയ്സിനും. അത് സൊസൈറ്റിയുടെ ഒരു കൺസ്ട്രക്ഷനാണ്. രണ്ടാമത് എഡ്യൂക്കേഷൻ, അതായത് സ്കൂളിൻ്റെ സെറ്റിങ്സിലാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ജെൻഡർ ന്യൂട്രൽ യൂണിഫോം വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു കഴിഞ്ഞ 2 വർഷങ്ങളായിട്ടൊക്കെ. അങ്ങനെ ഒരു ഡിസ്കഷനൊക്കെ വരുന്നുണ്ടായിരുന്നു. അതായത് പെൺകുട്ടികളും ജീൻസും, അതായത് ആൺകുട്ടികളുടെ കണക്ക് ഷർട്ടും പാൻറ്റും ഒക്കെ ധരിക്കട്ടെ എന്നൊക്കെയുള്ളൊരു ഡിസ്കഷൻ വന്നായിരുന്നു. അപ്പോൾ സ്കൂൾ സെറ്റിങ്സിലാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള ജെൻഡറിനെ, അതായത് ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത ഫോൾസ് ബിലീവ്സ് ഒക്കെ സ്കൂളിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ദെൻ മീഡിയ എന്നാണെന്നുണ്ടെങ്കിൽ സ്ത്രീകൾ, ഞാൻ പറഞ്ഞല്ലോ സിനിമയിലാണെങ്കിലും നമ്മൾ ഇപ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും അഡ്വർടൈസ്മെൻറ്റ്സിലാണെന്നുണ്ടെങ്കിലും സ്ത്രീകളെ എപ്പോഴും ഈ കെയർ ഗിവിങ് അല്ലെങ്കിൽ കെയർ ടേക്കേഴ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യിക്കുന്നത്. ആണുങ്ങളെന്ന് പറയുമ്പം ജോലി ചെയ്തുകൊണ്ട് വന്ന് പൈസ ഏൽപ്പിക്കുന്നു, അതായത് ഒരു ഫാമിലിയെ നോക്കി നടത്തുന്നു. ഇതൊക്കെയാണ് മീഡിയ വഴിയുള്ള ജെൻഡർ റൂൾസ്. ഇനി ഒരുപാട് കൾച്ചറിൽ ഒരുപാട് ഹിസ്റ്റോറിക്കൽ പീരീഡ്സ് ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേറെയും കുറേ എക്സാമ്പിൾസ് കിട്ടും. ഇനി എന്തുകൊണ്ടാണ് നമ്മൾ ജെൻഡർ പഠിക്കേണ്ടത്? ശരിക്കും പറഞ്ഞാൽ ഇനിക്വാളിറ്റീസ് റെക്കഗ്നൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ ജെൻഡർ എന്താണെന്ന് അറിയണം, അതും സെക്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് അറിയണം, അല്ലേ? ജെൻഡർ എന്തുകൊണ്ടാണ് നമ്മളപ്പോൾ ഇനിക്വാളിറ്റീസ് റെക്കഗ്നൈസ് ചെയ്യാൻ സാധിക്കും. അതായത് ജെൻഡർ സ്റ്റഡീസ് വഴി നമുക്ക്, ജെൻഡർ സ്റ്റഡീസ് എന്നും പറഞ്ഞൊരു ഡിസിപ്ലിനറി ഏരിയ ഉണ്ട്. അപ്പോൾ ആ ഒരു ഏരിയ വെച്ച് നമ്മൾ പഠിക്കുന്നതിലൂടെ ഈ ഇനിക്വാളിറ്റീസ് എന്തൊക്കെയാണ്, വേജ് ഗ്യാപ്പുകൾ, ഓപ്പർച്യൂണിറ്റീസ് കിട്ടാത്തത്, വയലൻസ് സ്ത്രീകൾക്കെതിരെ ഉള്ളത്, അല്ലെങ്കിൽ ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സ് അല്ലെങ്കിൽ LGBT കമ്മ്യൂണിറ്റിക്കെതിരെയുള്ള വയലൻസുകൾ, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ബോധവാന്മാരാകും. അതിനുവേണ്ടിയാണ് നമ്മളിതിനെക്കുറിച്ച് പഠിക്കുന്നത്. അതുപോലെ തന്നെ ഈ സ്ത്രീകൾ എപ്പോഴും ഇമോഷണലാണ്, ആണുങ്ങൾ എപ്പോഴും സ്ട്രോങ് ആയിരിക്കണം, ഇങ്ങനെയുള്ള ഫോൾസ് നോഷൻസ് ഉണ്ട്, ഫോൾസ് ബിലീവ്സ് ഉണ്ട്. ആണുങ്ങൾക്കും വിഷമമാവും, ചിലപ്പോൾ സ്ത്രീകളും ചിലപ്പോൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ബിഹേവ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ തിരിച്ചും വരുന്നുണ്ട്.
അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് എന്ത് ചെയ്യുക, നമ്മളങ്ങ് ക്വസ്റ്റ്യൻ ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെയുള്ളതൊക്കെ ഹാംഫുൾ ബിലീവ്സാണ്, അതിനെയൊക്കെ ചലഞ്ച് ചെയ്യുക നമ്മൾ. പിന്നെ ജെൻഡർ എന്ന് പറയുമ്പോൾ കാസ്റ്റും റേസും ക്ലാസ്സുമായിട്ടും ഒക്കെ ഇതിന് ബന്ധമുണ്ട്. ജെൻഡറിനെ നമ്മൾ ഒരിക്കലും മാറ്റി നിർത്തേണ്ട കാര്യമൊന്നും അല്ല. ഇനി ഇക്വാളിറ്റി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നമ്മളിതൊക്കെ അറിഞ്ഞിരിക്കണം. അതായത് ഇക്വാളിറ്റി പ്രൊമോട്ട് ചെയ്യാന്ന് വെച്ചാൽ എഡ്യൂക്കേഷൻ്റെ മേഖലയിലാണെങ്കിലും വർക്കാണെങ്കിലും ലോ ആണെങ്കിലും ഹെൽത്ത് കെയർ ആണെങ്കിലും ജെൻഡറിൽ ഇക്വാളിറ്റി നമ്മൾ ഏത് മേഖലയിലാണെങ്കിലും പ്രൊമോട്ട് ചെയ്യണം. അതിനുവേണ്ടിയാണ് നമ്മൾ ജെൻഡർ സ്റ്റഡീസിനെ കുറിച്ച് അല്ലെങ്കിൽ ജെൻഡറിനെ കുറിച്ച് പഠിക്കുന്നത്. ഇനി പേട്രിയാർക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അതൊരു സിസ്റ്റമാണ്. എന്ന് വെച്ചാൽ ആണുങ്ങൾ പവർ ഹോൾഡ് ചെയ്യുന്ന ഒരു ഡോമിനൻ്റ് പൊസിഷൻ, അതാണ് പേട്രിയാർക്കി എന്ന് പറയുന്നത്. അത് എല്ലായിടത്തും ഉണ്ട്. സോഷ്യലിയും പൊളിറ്റിക്കലിയും എക്കണോമിക് സ്പിയേഴ്സിലും വീടുകളിൽ പോലും അത് ഉണ്ട്. അതായത് ഫാദർ ഈസ് ദ ഹെഡ് ഓഫ് ദി ഫാമിലി അല്ലേ, അങ്ങനല്ലേ നമ്മൾ വരുന്നത്. അച്ഛൻ ഇല്ലെങ്കിലാണ് പിന്നെ ആർക്ക് ചാൻസ് വരുന്നത്? അമ്മയ്ക്ക് ചാൻസ് വരുന്നത്. അല്ലെങ്കിൽ ഭയങ്കര ശക്തനായിട്ട് ഗ്രാൻഡ് പേരൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഗ്രാൻഡ് ഫാദർ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനായിരിക്കും. അവരാരും ഇല്ലെങ്കിലായിരിക്കും പിന്നെ അമ്മയ്ക്ക് റോള് വരുന്നത് അല്ലേ. ദെൻ നെക്സ്റ്റ് ജെൻഡർ ഇൻ വർക്കിന് എക്സാമ്പിൾ എന്താണ്? സ്ത്രീകൾക്ക്, അതായത് നമ്മുടെ വീട്ടിൽ അമ്മമാർ ചെയ്യുന്ന ജോലി അത് അൺപെയ്ഡാണ്. നമുക്ക് സാലറി, അമ്മമാർക്ക് സാലറി കിട്ടുന്നുണ്ടോ നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യുന്നതിന്? ഇല്ല. അതുപോലെ തന്നെ ആണുങ്ങൾ ചെയ്യുന്ന വർക്ക് ഭയങ്കര എന്തോ സംതിങ് ആണെന്നും, പെണ്ണുങ്ങൾ അതായത് നിനക്ക് എന്താണ് ജോലി, നമ്മൾ ചില സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, അതിന് നിനക്ക് എന്താ ജോലി, വീട്ടിൽ ജോലി ഒതുങ്ങിയിട്ട് നിനക്ക് റെസ്റ്റ് എടുത്തുകൂടെ, ഞങ്ങൾ അങ്ങനെയാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതായത് നമ്മുടെ സ്ത്രീകളുടെ ജോലി അണ്ടർ വാല്യൂ ചെയ്ത് സംസാരിക്കുന്നുണ്ട്. എഡ്യൂക്കേഷൻ ഇൻഇക്വാളിറ്റീസ്, കുട്ടികൾക്ക്, അതായത് പെൺകുട്ടികൾക്ക് എസ്പെഷ്യലി എന്താണ്, മാരേജ്, കല്യാണം, ഒരു ഇച്ചിരി ഒരു 10ാം ക്ലാസ്സിലോ പഠിപ്പിച്ചിട്ട് അല്ലെങ്കിൽ 12ാം ക്ലാസ്സിലോ പഠിപ്പിച്ചിട്ട് കല്യാണം കഴിപ്പിച്ചയക്കുക. അതെന്ന് പറയുന്നത് എന്താണ്? അവർക്ക് എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ടോ? പിന്നെ ഇല്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ. ചിലപ്പം ചിലർക്ക് പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അത് നോർത്തേൺ സ്റ്റേറ്റ്സിലൊക്കെ ചിലപ്പോൾ കാണുമായിരിക്കും, നമ്മുടെ ഇന്ത്യയിൽ തന്നെ. അതായത് പഠിപ്പിക്കാനേ വിടത്തില്ല ചിലപ്പോൾ. ദെൻ മീഡിയയിലുള്ള റെപ്രസെൻറ്റേഷൻ, അതായത് നമ്മളിപ്പോൾ സീരിയൽസ് എടുത്ത് നോക്കിയാൽ തന്നെ അമ്മായിയമ്മമാരെല്ലാം എന്താ ഭയങ്കര ക്രൂവൽ ആൻഡ് റൂഡായിട്ടുള്ള ആളുകൾ, അമ്മായി അച്ഛന്മാരെല്ലാം എന്താണ് പഴം വിഴുങ്ങിയിടും. അത് അവിടെ തന്നെ നമുക്ക് കാണാം. അതങ്ങനെ വർഷങ്ങളായിട്ട് ഫോളോ ചെയ്ത് വരുമ്പോൾ ഇപ്പോൾ എല്ലാ സീരിയൽസിനും എന്താണ്, ഓൾമോസ്റ്റ് എല്ലാ സീരിയൽസിനും ഇതേ തീം തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വിഷം കൊടുത്ത് കൊല്ലുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും കൊല്ലാൻ നോക്കുന്നു, മരുമക്കളുമായിട്ട് വഴക്ക്, ഇങ്ങനെയാണ് ആ ഒരു സ്റ്റീരിയോ ടൈപ്പ് ഇങ്ങനെ ഫോളോ ചെയ്ത് വരുവാണ് നമ്മൾ. മീഡിയയിലും ഇങ്ങനെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, സ്ത്രീകളെക്കുറിച്ച് ഒരു വയലൻ്റ് ആയിട്ടുള്ള നേച്ചറാണ് പോർട്രേ ചെയ്ത് പോകുന്നത്. ദെൻ അപ്പോൾ ഇതാണ് അതിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പം ഇതിനെയെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, അവയർനെസ് ക്രിയേറ്റ് ചെയ്ത് ഈ ഇൻഇക്വാളിറ്റീസിനെ കുറിച്ചൊക്കെ നമ്മൾ അറിഞ്ഞ് നമ്മൾ ചേഞ്ച് ആക്കുക സ്ട്രാറ്റജീസ് എല്ലാം. സ്റ്റീരിയോ ടൈപ്സ് ആണെങ്കിലും ഡിസ്ക്രിമിനേഷൻ ആണെങ്കിലും അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. എന്നിട്ട് ഇതിന് വേണ്ടിയുള്ള, അതായത് ഈ റൂൾസ് ഉണ്ടല്ലോ, ഈ ജെൻഡർ റൂൾസ് ഇങ്ങനെ ആയിരിക്കണം അങ്ങനെ ആയിരിക്കണം എന്നുള്ള ആവശ്യമില്ലാത്ത റൂൾസൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, റിജക്റ്റ് ചെയ്ത് കളയുക. അതുപോലെ തന്നെ LGBTQ+ ഇൻഡിവിജ്വൽസിന് വേണ്ടി, അതായത് ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷൽ, ട്രാൻസ്ജെൻഡേഴ്സ്, ആ ക്യൂർ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, അവരുടെ ഐഡൻറ്റിറ്റീസിനെയൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, അവരെയും കൂടി ഇൻക്ലൂഡ് ചെയ്യുക സൊസൈറ്റിയിൽ. അതായത് അവരെ മാറ്റി നിർത്തേണ്ടവരല്ല എന്നും പറയുന്നു. എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ത് ചെയ്യണം, ജെൻഡർ സെൻസിറ്റീവ് ആയിട്ടുള്ള കരിക്കുലം അല്ലെങ്കിൽ സിലബസ് അഡോപ്റ്റ് ചെയ്യുക. പിന്നെ മീഡിയ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞേക്കുന്നത്, ഈ ജെൻഡർ റോൾസിനെ പോർട്രേ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ പോർട്രേ ചെയ്യുക. അല്ലാതെ എപ്പോഴും അമ്മമാരെപ്പോഴും അടുക്കളയിൽ നിന്ന് ഉള്ള പരസ്യങ്ങൾ കാണിക്കരുത്, അല്ലെങ്കിൽ സീരിയൽസ് അതങ്ങനെ ചെയ്യരുത്. ഓക്കെ, ദെൻ ഇനി യൂണിറ്റ് 2 ആണ് നമുക്കടുത്ത് നോക്കാൻ പോകുന്നത്. യൂണിറ്റ് 2 എന്ന് പറയുന്നത് ജെൻഡറും സോഷ്യലൈസേഷനുമാണ്. സോഷ്യലൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് എ പ്രോസസ് ഇൻ വിച്ച് ഇൻഡിവിജ്വൽസ് ചില സൊസൈറ്റിയിലുള്ള ചില വാല്യൂസ്, ബിഹേവിയർ അല്ലെങ്കിൽ റൂൾസ്, എക്സ്പെക്റ്റേഷൻസ് എല്ലാം പഠിച്ച് അത് നമ്മൾ ഇൻറ്റേർണലൈസ് ചെയ്തങ്ങ് എടുക്കുക, നമ്മളതങ്ങ് വിഴുങ്ങുക ചെയ്യുന്നത്. ആ പ്രോസസ്സിനെയാണ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഇൻഡിവിജ്വൽസ് സൊസൈറ്റിയിലുള്ള നോംസ്, വാല്യൂസ്, ബിഹേവിയേഴ്സ്, എക്സ്പെക്റ്റേഷൻസ് അതെല്ലാം നമ്മളങ്ങ് അക്സെപ്റ്റ് ചെയ്ത് നമ്മളങ്ങ് വിഴുങ്ങുന്നു, അല്ലെങ്കിൽ ഇൻറ്റേർണലൈസ് ചെയ്യുന്നു, പഠിക്കുന്നു. ഇതാണ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഇനി ജെൻഡറിൻ്റെ റോൾ എന്താ? ജെൻഡർ സോഷ്യലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൊസൈറ്റി എങ്ങനെയാണ് ജെൻഡർ റോൾസ് അല്ലെങ്കിൽ അത് ഇൻസ്റ്റിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുന്നത്. ജെൻഡർ റോൾസ് എങ്ങനെയാണ് സൊസൈറ്റി പ്രൊമോട്ട് ചെയ്യുന്നത്. അതായത് യങ് ഏജ് ഓൺവേർഡ്സ് എന്താണ്, നമ്മൾ ജനിക്കുമ്പോൾ തൊട്ടേ നമ്മൾ കേൾക്കുന്ന കാര്യം എന്തായിരിക്കും, പെൺകുട്ടികൾ കേൾക്കുന്നത് ഡോൾസ് വെച്ച് കളിക്കുന്നു, അവർ പൊട്ട് തൊടുന്നു, അവരൊരുങ്ങി നടക്കുന്നു, അമ്മയുടെ സാരി ഉടുക്കുന്നു, അല്ലേ, അങ്ങനെയല്ലേ ചെയ്യുന്നത്. ആഭരണങ്ങളോട് പ്രിയം, ലിപ്സ്റ്റിക്കിനോട് പ്രിയം, അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം അത് നമ്മൾ യങ് ഏജ് ഓൺവേർഡ്സ് നമ്മൾ ബിഹേവ് ചെയ്യുന്നു, ഒബ്സർവ് ചെയ്യുന്നു, നമ്മളോട് ആളുകൾ പറഞ്ഞു തരുന്നു. അതുപോലെ തന്നെയാണ് ആൺകുട്ടികൾക്ക് എന്താണ്, ട്രക്ക് വെച്ച് കളിക്കുന്നു, ഗേൾസിൻ്റെ ടോയ്സ് വെച്ച് കളിക്കാൻ സമ്മതിക്കുന്നില്ല, സ്കൂളിൽ പോകുമ്പോൾ കരഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് പെൺപിള്ളേരെ പോലെ കരയുന്നത്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ. അല്ലെങ്കിൽ ഒരു പിങ്ക് ഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ എന്താ ഈ പിങ്ക് കളർ ഷർട്ട്, അല്ലെങ്കിൽ ടോയ്സ് നമ്മൾ ഡോൾ വെച്ച് കാണാൻ ഒരു ആൺകുട്ടി കളിക്കുകയെന്ന് വെച്ചാൽ നീ എന്താ ഈ പെൺകൊച്ചുങ്ങളുടെ ടോയ് വെച്ച് കളിക്കുന്നത്, എനിക്ക് കാറും ട്രക്കും വെച്ച് കളിച്ചുകൂടെ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇതാണ് റോൾസ്, ജെൻഡർ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്.
സൊസൈറ്റിയുടെ ഓരോ റൂൾസിനനുസരിച്ച് നമ്മളെ അങ്ങ് ഷേപ്പ് ചെയ്ത് മാറ്റിയെടുക്കുകയാണ്, കണ്ടീഷൻ ചെയ്തെടുക്കുകയാണ്. ദെൻ സോഷ്യലൈസേഷൻ്റെ വേറെ ഏജൻസീസ് അല്ലെങ്കിൽ ഏജൻറ്റുകൾ എന്താണ്? ഫസ്റ്റ് വൺ എന്തായിരിക്കും? ഫാമിലിയിൽ നിന്നാണ് നമ്മൾ ആദ്യമേ ഇതൊക്കെ പഠിച്ചു തുടങ്ങുന്നത്. സോഷ്യലൈസേഷൻ്റെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ഏജൻറ്റ് എന്ന് പറയുന്നത് ഫാമിലിയാണ്. അതായത് നമുക്ക് ടോയ്സ് ആണെങ്കിലും ക്ലോത്തിങ് ആണെങ്കിലും നമ്മുടെ ബിഹേവിയർ ആണെങ്കിലും എല്ലാം എന്താണ്? നമുക്ക് ഫാമിലിയിൽ നിന്നാണ് കിട്ടുന്നത്. ഫാമിലിയിൽ നിന്ന് തന്നെ തുടങ്ങും ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. സ്കൂളിൽ നിന്ന് എന്തായിരിക്കും? ടീച്ചേഴ്സ് എന്ത് ചെയ്യും? ടീച്ചേഴ്സിൻ്റെ ആക്ടിവിറ്റീസിലൂടെ, ഇൻട്രാക്ഷൻസിലൂടെ, ടെക്സ്റ്റ് ബുക്കുകളിലൂടെ നമുക്ക് ജെൻഡർ റോൾസ് പിന്നെയും നമ്മൾ മനസ്സിലാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ലീഡർഷിപ്പ് റോൾസ് ബോയ്സിന് കൊടുക്കുന്നു, ഗേൾസിനെ എന്താണ് സ്പോർട്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കാതിരിക്കുക. ഇതൊക്കെ സ്കൂളിൽ നിന്നുള്ള നമ്മൾ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഡിസ്ക്രിമിനേഷൻസ് ആണ്. മീഡിയയിലാണെങ്കിൽ, ഫിലിമിലാണെങ്കിലും, അഡ്വർടൈസ്മെൻറ്റിലാണെങ്കിലും, TV ഷോസിലാണെന്നുണ്ടെങ്കിലും ജെൻഡർ റോൾസ് എന്താണ്? പിന്നെ എങ്ങനെയാണ്? ആണുങ്ങളെ സ്ട്രോങ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ്, സ്ത്രീകൾ ഇമോഷണൽ ഡിപ്പെൻഡൻ്റ് ആണ്, അല്ലെങ്കിൽ ഭയങ്കര വയലൻ്റ് ആയിട്ടുള്ള നേച്ചറാണ്. കൾച്ചറൽ റിലിജനിലും എങ്ങനെയാണ്? അതായത് ആണുങ്ങളും പെണ്ണുങ്ങളും എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ റിലിജനെ ബേസ്ഡ് ആണെന്നുള്ളത്, കൾച്ചറിലാണെന്നുണ്ടെങ്കിലും വീണ്ടും വരുന്നുണ്ട് ഡിസ്ക്രിമിനേഷൻ. ഇനി ജെൻഡർ നോം എന്ന് വെച്ചാൽ എന്താണ്? ജെൻഡർ നോം എന്ന് വെച്ചാൽ ഒന്നുമില്ല, ജെൻഡർ റൂൾസ് ആണ്. അതായത് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ബിഹേവിയർ ഓരോ ഇൻഡിവിജ്വൽസിനും അവരവരുടെ ജെൻഡറിനനുസരിച്ച് ഏതൊക്കെയാണ് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ബിഹേവിയർ, അതാണ് ജെൻഡർ നോംസ്. ജെൻഡർ നോംസ് എന്ന് വെച്ചാൽ ജെൻഡർ റൂൾസ്. അതായത് ആണുങ്ങൾ കരയില്ല, സ്ത്രീകളെന്ന് പറഞ്ഞാൽ നാച്ചുറലി അവർക്ക് കുഞ്ഞുങ്ങളെ വളർത്താൻ പ്രാപ്തരായിട്ടുള്ളവരും കെയർ ഗിവേഴ്സ് ആയിട്ടുള്ളവരും ഒക്കെയാണ്. അത് എന്ന് വെച്ചാൽ ചൈൽഡ് കെയർ സ്ത്രീകളുടെ റെസ്പോൺസിബിലിറ്റി ആണ് എന്നുള്ളത്. അപ്പം ഇങ്ങനെയുള്ള സ്റ്റീരിയോ ടൈപ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആണുങ്ങളുടെ ആണെങ്കിലും പെണ്ണുങ്ങളുടെ ആണെന്നുണ്ടെങ്കിലും ഫ്രീഡത്തിനെ ലിമിറ്റ് ചെയ്യും, അല്ലേ? പിന്നെ ചൈൽഡ്ഹുഡിൽ എങ്ങനെയാണ് ജെൻഡർ സോഷ്യലൈസേഷൻ വരുന്നത്? ചൈൽഡ്ഹുഡ് പീരീഡിൽ എന്ന് പറയുമ്പം ടോയ്സിലൂടെയും ഗെയിംസിലൂടെയും പേരൻസിൻ്റെ എക്സ്പെക്റ്റേഷൻസിലൂടെയും വരും. അതായത് ഗേൾസ് എന്ന് പറയുമ്പോൾ ഫുൾ അടുക്കളയിലായിരിക്കണം, ബോയ്സ് എന്ന് പറയുമ്പോൾ കളിക്കാൻ വെളിയിൽ വിടുന്നു, അല്ലെ സ്പോർട്സ് ഐറ്റംസിന്, അങ്ങനെ. ഇനി അഡോളസെൻ്റ് പീരീഡിലാകുമ്പോൾ എന്ത് വരും? ബ്യൂട്ടി അല്ലെങ്കിൽ ബിഹേവിയർ, ജോലിയുടെ ആസ്പിറേഷൻസ്, ജോബ് ആസ്പിറേഷൻസ് വരുമ്പോൾ വീണ്ടും പ്രശ്നങ്ങൾ വരും, അല്ലേ? അതായത് പെൺകുട്ടികൾക്കാണെങ്കിൽ വെളിയിൽ വിടത്തില്ല, ആൺകുട്ടികൾ അവർക്ക് പ്രത്യേകം ഡ്രസ് കോഡൊക്കെ ഇമ്പോസ് ചെയ്യും, അല്ലേ? മെച്യൂരിറ്റിയുടെ ആ ഒരു അഡൾട്ട്ഹുഡിലോട്ട് വരുമ്പോഴത്തേക്ക്, അഡോളസൻസിലോട്ട് വരുമ്പോഴത്തേക്ക് ആൺകുട്ടികൾക്ക് വേറെ റെസ്ട്രിക്ഷൻസ് ഒന്നും നമ്മൾ കാണുന്നില്ല. അഡൾട്ട്ഹുഡിലോട്ട് വരുമ്പോൾ എന്താണ്? സോഷ്യലൈസേഷൻ വർക്ക് പ്ലേസിലും റിലേഷൻഷിപ്സിലും പാരൻറ്റ്ഹുഡിലും പിന്നെയും വരും. അതായത് സ്ത്രീകൾ ജോലി ചെയ്യുക, വീട്ടിലിരുന്ന് അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുക, കുഞ്ഞുങ്ങളെ നോക്കുക, പ്രൊഫഷണൽ ലൈഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഇതും കൂടെ ബാലൻസ് ചെയ്യുക. അതായത് വീട്ടിൽ വന്നിട്ട് പിന്നെയും ജോലി ചെയ്യാതിരിക്കുക, നമ്മൾ വെളിയിൽ പോയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ. മെൻ എന്താണ്? ബ്രെഡ് വിന്നേഴ്സായിട്ട് നിൽക്കുക, അതായത് അവർ ജോലിയിൽ നിന്ന് സമ്പാദിച്ച് വീട്ടുകാരെ നോക്കുന്നു. ഇനി കോൺസിക്വൻസസ് എന്താണ്? ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ കോൺസിക്വൻസസ് എന്താണ്? ജെൻഡേർഡ് സോഷ്യലൈസേഷൻ്റെ കോൺസിക്വൻസസ് എന്താണ്? ഫസ്റ്റ് പോയിന്റ്, ഇത് വീണ്ടും എന്താണ്? ഇനിക്വാളിറ്റി പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ പേട്രിയാർക്കി എന്നുള്ള കോൺസെപ്റ്റിനെ വീണ്ടും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആണുങ്ങൾക്ക് വീണ്ടും ഫ്രീഡം, പെണ്ണുങ്ങൾക്ക് വീണ്ടും റെസ്ട്രിക്ഷൻസ് വരുന്നു. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ഈ ജെൻഡർ റോൾസിനെ എന്ത് ചെയ്യുകയാണ്? നമ്മൾ തന്നെ സ്വയം നമുക്ക് തന്നെ ലിമിറ്റേഷൻസ് കൽപ്പിക്കുന്നു. നമ്മൾ കുഞ്ഞിലേ തൊട്ടേ കേൾക്കുക, അങ്ങനെ കാലുമേ കാല് വെച്ചിരിക്കരുത്. അപ്പം നമുക്കൊരു മക്കളുണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് തന്നെ വീണ്ടും അങ്ങോട്ട് പാസ് ചെയ്യും, കാലുമേ കാല് വെച്ചിരിക്കരുത്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം? അറിയാതെ തന്നെ നമ്മൾ ഈ ഒരു കോൺസെപ്റ്റുകളെല്ലാം ഇൻറ്റേർണലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യും? സെൽഫ് ഇമ്പോസ്ഡ് ലിമിറ്റേഷൻസ് വരുന്നത്. ഇനിയിപ്പം ഭർത്താവ് മരിച്ചൊരു സ്ത്രീയാണെന്നുണ്ടെങ്കിൽ ഒരുങ്ങി എങ്ങാനും ഇറങ്ങിക്കഴിഞ്ഞാൽ അയ്യോ ആരെങ്കിലും എന്തെങ്കിലും പറയുമോ എന്ന് നമ്മുടെ ഉള്ളിലൊരു തോന്നൽ വരും. കാരണം എന്താ? നമുക്ക് ചുറ്റിനുള്ളതും നമ്മൾ കേൾക്കുന്നത് കാണുന്നതും എല്ലാം ഇങ്ങനെയുള്ള ഓരോ ഐഡിയാസാണ്. അപ്പോൾ നമുക്ക് തന്നെ നമ്മൾ തന്നെ ഒരു റെസ്ട്രിക്ഷൻ കീപ്പ് ചെയ്യും, അല്ലേ? അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ജോലിയുണ്ട്, പക്ഷേ ജോലി ഉണ്ടെങ്കിലും നമുക്ക് ഫാമിലിക്ക് വേണം സ്ത്രീകൾ ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കാൻ എന്നുള്ളത് നമ്മുടെ മൈൻഡിൽ എന്താണ്? ഇപ്പം നമുക്കൊരു കുഞ്ഞു കുട്ടിയാണുള്ളതെന്ന് വിചാരിച്ചോ, നമ്മളിപ്പോൾ ഒരു 6-7 ദിവസത്തേക്ക് വീട് വിട്ട് മാറി നിൽക്കുക, കുട്ടിയെ നോക്കാൻ പറ്റുന്നില്ല, കുട്ടിയെ അച്ഛൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസിൻ്റെ അടുത്തോ ആക്കിയിട്ട് നമ്മൾ പോവുക. മദേഴ്സ് ഗിൽറ്റ് എന്നും പറഞ്ഞ് ഒരു കോൺസെപ്റ്റും കൂടിയുണ്ട്. അതായത് നമുക്കൊരു ഗിൽറ്റി ഫീലിംഗ്, നമ്മളൊരു തെറ്റും ചെയ്തില്ല, കുഞ്ഞ് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ മാറി നിന്നതായിരിക്കും. പക്ഷേ എന്നാലും സൊസൈറ്റി എന്ത് ചെയ്യും? അങ്ങനെ നമ്മുടെ ഉള്ളിലൊരു ഗിൽറ്റ് ഉണ്ടാക്കിയെടുക്കുകയോ, കുഞ്ഞു കൊച്ചിനെ കളഞ്ഞിട്ട് അവൾ പോയല്ലോ എന്നൊരു ഗിൽറ്റ് നമ്മുടെ മൈൻഡിൽ തന്നെ ഇൻറ്റേർണലൈസ്ഡ് ആയിട്ട് അങ്ങ് കിടക്കും, അല്ലേ? ഇനി ജെൻഡർ ഇനിക്വാളിറ്റീസ് വീണ്ടും പ്രൊമോട്ട് ചെയ്യും, അല്ലേ? അതുപോലെ തന്നെ മെൻ്റൽ ഹെൽത്തിനെ വരെ ഇത് ബാധിക്കാം. നമുക്ക് കോൺഫിഡൻസ് കുറവ്, മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസൊക്കെ നമുക്ക് വരാം. നമ്മളിങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സ്വയം നമ്മുടെ മനസ്സിൽ വരുത്തി വെച്ച്, അല്ലെങ്കിൽ നമ്മളിങ്ങനെയുള്ള ഡിസ്ക്രിമിനേഷൻസ് ഭയങ്കരമായിട്ട് ഫേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ വരെ അത് ബാധിക്കും. അപ്പോൾ എന്ത് വേണം എന്നാണ് പറഞ്ഞത്? ചേഞ്ച് ഉണ്ടാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ജെൻഡർ ന്യൂട്രൽ പേരൻറ്റിങ് നമുക്ക് നടത്താം. അച്ഛനും അമ്മയും ഒരുപോലെ കുഞ്ഞിനെ നോക്കുക. അതുപോലെ തന്നെ റോൾസ് ആണെങ്കിൽ നമുക്ക് ടോയ്സ് ആണെന്നുണ്ടെങ്കിലും അതായത് അതിനെല്ലാം നമ്മളങ്ങ് മാറ്റി എടുക്കുക.
അതായത് ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അവനും ഡോൾസ് കളിക്കാൻ കൊടുക്കുക, പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അവൾക്ക് കാർസും ട്രക്സും കൊടുക്കുക. അവരുടെ ഇൻട്രസ്റ്റ് എന്താണോ അത് ഫ്രീ ആയിട്ട് അവരെ അങ്ങ് വിടുക. രണ്ടാമത് എഡ്യൂക്കേഷണൽ പ്രാക്ടീസസിൽ മാറ്റങ്ങൾ കൊണ്ടുവരിക. ജെൻഡർ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇങ്ങനെ പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെയുള്ള ടോപ്പിക്കുകൾ കരിക്കുലത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ദെൻ ക്ലാസ് റൂമിലാണെങ്കിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആണെങ്കിലും ബോയ്സിനും ഗേൾസിനും ഒരുപോലെയുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക. മീഡിയയിലാണെന്നുണ്ടെങ്കിൽ ഡൈവേഴ്സായിട്ട് വെറൈറ്റി ആയിട്ടും റിയലിസ്റ്റിക് ആയിട്ടും ആണുങ്ങളെയും പെണ്ണുങ്ങളെയും പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ കാണിക്കുക. പിന്നെ അപ്പോൾ ഇതാണ് യൂണിറ്റ് 2 വരുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് യൂണിറ്റ് 7 ആണ്. യൂണിറ്റ് 7 എന്ന് പറയുമ്പോൾ ജെൻഡറും ഹെൽത്തുമാണ്. ഹെൽത്ത്, അപ്പോൾ ഫസ്റ്റ് ജെൻഡർ ഹെൽത്തും എന്താണെന്ന് നോക്കാം. ഹെൽത്ത് എന്ന് പറയുമ്പോൾ എന്താണ്, ബയോളജി മാത്രമല്ല ഹെൽത്തിനകത്ത് വരുന്ന കോൺസെപ്റ്റ്. ഹെൽത്തിനകത്ത് ജെൻഡർ നോംസ് വരുന്നുണ്ട്, നമ്മുടെ സൊസൈറ്റിയുടെ റോൾസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പം ജെൻഡേർഡ് ഹെൽത്ത് ഇനിക്വാളിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, എങ്ങനെയാണ് സ്ത്രീകളെയും പുരുഷന്മാരെയും ബാക്കിയുള്ള ജെൻഡേഴ്സിനും ഹെൽത്ത് കെയർ എങ്ങനെയൊക്കെയാണ് ആക്സസബിൾ ആയിട്ട് വരുന്നത്. അപ്പം നോക്കിക്കോ, എക്കണോമിക് ഫാക്ടേഴ്സ് എടുക്കുവാണെങ്കിൽ സ്ത്രീകൾക്ക് എസ്പെഷ്യലി മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ് ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇൻഡിപെൻഡൻസ് കാണത്തില്ല, പൈസ കാണത്തില്ല. സോ അവർക്ക് ഹെൽത്ത് കെയർ ചിലപ്പം അവർക്കനുസരിച്ചുള്ള ഹെൽത്ത് കെയർ കിട്ടത്തില്ല. അതായത് ഇപ്പം എന്താ പറയുക, ഇപ്പം സ്ത്രീകൾക്ക് ഈ അനീമിയ പോലുള്ള ഇത് വരുന്നുണ്ട്. ഓക്കെ, അപ്പം അനീമിയ പോലുള്ള കാര്യങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ, അതായത് ബ്ലഡ് ലോസ് കൊണ്ടുവരുവാണ് അനീമിയ. അപ്പോൾ അതൊന്നും പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യാനോ അതൊന്നും ആരും മൈൻഡ് പോലും ചെയ്യത്തില്ല. ഇപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻസ്റ്റാഗ്രാം വീഡിയോസിലൂടെയൊക്കെ നമ്മൾ അനീമിയ വരുവാണെന്നെങ്കിൽ അത് അയൺ ടാബ്ലറ്റ്സ് വാങ്ങിച്ച് കഴിക്കുന്നു. പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഈ ഒരു അറിഞ്ഞുകൂടാ ഒന്നാമത്തെ കാര്യം. പിന്നെന്താണ്, ഈ ഗുളിക വാങ്ങിക്കാനുള്ള പൈസ കാണത്തില്ല. സോ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഇല്ലാത്തതുകൊണ്ട് ഈ ഹെൽത്ത് കെയർ ഒക്കെ അവരങ്ങ് കളയും, ഇഗ്നോർ ചെയ്യും. രണ്ടാമത്തെ കാര്യം എന്താണ്, ജെൻഡർ സ്റ്റീരിയോടൈപ്സ് ഉള്ളത് കൊണ്ട് ആണുങ്ങൾ എന്ത് ചെയ്യും, മെൻ്റൽ ഹെൽത്ത് കെയർ, അതായത് ഇപ്പോൾ ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും നമുക്കിപ്പോൾ മെൻ്റലി നമുക്ക് കുറച്ച് ഡിസ്റ്റർബ്ഡ് ആണ്, നമ്മൾ കുറച്ച് ഡിപ്രഷനിലോ അല്ലെങ്കിൽ കുറച്ച് നെർവസ്, നമുക്ക് കുറച്ച് മെൻ്റൽ ഇഷ്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും എന്താ വേറൊന്നും അല്ല, കുറച്ച് ഡിപ്രസീവായിട്ട് നമുക്ക് തോന്നുന്നു, നമുക്ക് ഒരു മൈൻഡിന് സുഖമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെന്നുണ്ടെങ്കിലും നമ്മൾ പോവുമോ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്തോ? ഇല്ല, അതും പ്രശ്നമാണ്. അതുപോലെ തന്നെ സ്ത്രീകളുടെ കാര്യമാണെങ്കിൽ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് സർവീസസ് അവർക്ക് കൂടുതൽ അവയർനെസ് ഒന്നും ഇല്ലാത്ത സ്ത്രീകളും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അടുത്തത് വർക്ക് ലോഡും ന്യൂട്രീഷനും. സ്ത്രീകൾക്ക് ഡബിൾ ബേർഡൻ ഉണ്ട്, വർക്കും ഉണ്ട്, അവർക്ക് ബാക്കിയുള്ള ആളുകളെ നോക്കുകയും വേണം, അവർക്ക് വേണ്ടി ഫുഡ് കുക്ക് ചെയ്യുകയും വേണം. സോ അവർ ന്യൂട്രീഷനാണ്, അവർക്ക് മാൽ ന്യൂട്രീഷനും അതുപോലെ തന്നെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ അവർക്കും കൂടുതലായിട്ട് കാണപ്പെടും. ഓക്കെ, ഇതൊക്കെ തിരിച്ചറിയുക എന്നുള്ളതാണ് നമ്മൾ ഈ ജെൻഡറിൻ്റെ ഈ ഒരു കോൺസെപ്റ്റ് വഴി നമ്മൾ പഠിക്കുന്നത്. നമ്മൾ അതുകൊണ്ടാണ് ഇതൊക്കെ പഠിക്കുന്നത്. അപ്പോൾ സ്ത്രീകളുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതായത് കോൺട്രാസെപ്റ്റീവ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ സേഫായിട്ട് അബോർഷൻ നടത്തുക, പിന്നെ മെറ്റേണൽ കെയർ, പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് നല്ല കെയർ കൊടുക്കുക. ഇനി പ്രഗ്നൻസിയിലും ചൈൽഡ് ബർത്തിലും ആഡിക്വേറ്റ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്താൽ അമ്മയും കുഞ്ഞും സുഖമായിട്ടിരിക്കും. അപ്പോൾ അതും നോക്കുക. അനീമിയ, മാൽ ന്യൂട്രീഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, സ്ത്രീകൾക്ക് പ്രയോറിറ്റൈസ് ചെയ്ത് കൊടുക്കുക. ഫാമിലി മെമ്പേഴ്സ് അനീമിയ വരാതിരിക്കാനും അല്ലെങ്കിൽ അനീമിയ വന്നിട്ടുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ള മെഡിസിൻ കൊടുക്കാനും ഒക്കെ നോക്കുക. നല്ല രീതിയിലുള്ള ന്യൂട്രീഷണൽ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കൊടുക്കുക. ഇനി ആണുങ്ങളുടെ ഹെൽത്ത് ആണെന്നുണ്ടെങ്കിൽ മെൻ്റൽ ഹെൽത്ത്, അതായത് ഇപ്പോൾ ആണുങ്ങൾ എന്തെങ്കിലും വിഷമിച്ചിരിക്കുകയോ തകർന്ന് അങ്ങനെയൊന്നും കരയുകയൊക്കെ ചെയ്യുമ്പം അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ ചിലപ്പോൾ ഒരാളുടെ അടുത്ത് ഒരു കൗൺസിലിങ്ങിൻ്റെ അടുത്ത് പോയി കൗൺസിൽ ചെയ്യുന്നിടത്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ഇതൊക്കെ നേരെ ആവുമായിരിക്കും, മൈൻഡൊക്കെ ക്ലിയർ ആകും. പക്ഷെ അവർ പേടിച്ച് പോകത്തില്ല. കാരണം എന്താ, അത് അവരുടെ മസ്കുലിനിറ്റിയെ ചോദ്യം ചെയ്യുന്നത് പോലെയാണ്. പിന്നെ ഹൈ റിസ്ക് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ആക്സിഡൻറ്റ് പ്രോൺ ആയിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ ആണുങ്ങളാണ് കൂടുതൽ ചെയ്യുന്നത്. സോ അവർക്കും അത് ബോഡിയെ അല്ലെങ്കിൽ മൈൻഡിനെ നെഗറ്റീവായിട്ട് ബാധിക്കും, അല്ലേ? അവർക്ക് പുറത്ത് കംപ്ലയിൻറ്റ് പറയാൻ പറ്റുമോ? അയ്യോ എനിക്ക് പേടിയാന്ന് ഇവർ പറയുമോ? ഇല്ല. അതും എന്താണ്, ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത ഓരോ ജെൻഡർ റോൾസ് ഫോഴ്സ് ചെയ്തതിൻ്റെ കാര്യമാണ്. ദെൻ ഇനി LGBTQ കമ്മ്യൂണിറ്റിയുടെ LGBTQ കമ്മ്യൂണിറ്റി ആണെന്നുണ്ടെങ്കിൽ അവർക്കും ആഡിക്വേറ്റഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുക. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഓപ്പറേഷൻ ചെയ്ത് എൻ്റെ റീപ്രൊഡക്റ്റീവ് പാർട്സ് മാറ്റി എനിക്കൊരു ആൺകുട്ടിയാകണം എന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനനുസരിച്ചുള്ള ടാബ്ലറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ, ന്യൂട്രിയൻസ് ആണെന്നുണ്ടെങ്കിൽ, ഹോർമോണൽ ചേഞ്ച് ടാബ്ലറ്റ്സ് ആണെങ്കിലും ഒരുപാട് കഴിക്കേണ്ടി വരും. സോ മിക്കവാറും പൈസ ഇല്ലെങ്കിൽ ഇവരതൊക്കെ നെഗ്ലക്റ്റ് ചെയ്യുമ്പം അങ്ങനെ കുറേ അസുഖങ്ങൾ വന്ന് ഇവർ ഹെൽത്ത് ഭയങ്കര വീക്ക് ആവാറുണ്ട് ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റീസിൻ്റെയൊക്കെ. സോ നമ്മൾ എന്ത് ചെയ്യുക, ഇവർക്കാണെന്നുണ്ടെങ്കിലും അതിപ്പോൾ ഗവൺമെൻറ് കുറച്ച് മെഡിക്കൽ പോളിസീസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഹോസ്പിറ്റൽസിലൊക്കെ ഇവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള. സോ അതും എന്ത് ചെയ്യണം, ഈ LGBTQ കമ്മ്യൂണിറ്റിയും അവരെ ഒരിക്കലും മാറ്റി നിർത്തരുത് ഹെൽത്ത് കെയറിൻ്റെ കാര്യത്തിൽ. അവർക്കും ആംബിളായിട്ടുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പം എക്കണോമിക് ഡിപ്പെൻഡൻസ് വേണം, അതായത് എക്കണോമിക് ഇൻഡിപെൻഡൻസ് നമുക്ക് വേണം. അല്ലെങ്കിൽ എക്കണോമിക് ഡിപ്പെൻഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ കൺട്രോൾ സ്ത്രീകളുടെ കയ്യിൽ കിട്ടത്തില്ല. അതുപോലെ തന്നെ മെൻസ്ട്രേഷൻ,
അതായത് പീരീഡ്സിനെ കുറിച്ച് സംസാരിക്കുന്നത്, സെക്ഷുവാലിറ്റിയെക്കുറിച്ച് സംസാരിക്കുന്നത്, മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നതൊക്കെ ഇപ്പോഴും എന്താണ് ടാബു ടോപ്പിക്സ് ആയിട്ടാണ് കാണുന്നത്. ടാബു ടോപ്പിക്സ് എന്ന് വെച്ചാൽ അയ്യോ എന്തിനാ പറയുന്നത്, അല്ലെങ്കിൽ അയ്യേ എന്നുള്ളൊരു മുഖമാണ് നമുക്ക്. അതൊക്കെ അതിനെക്കുറിച്ചൊക്കെ ഓപ്പണായിട്ട് സ്ത്രീകളുടെ പ്രശ്നമാണെന്നുണ്ടെങ്കിലും ആണുങ്ങളുടെ പ്രശ്നമാണെന്നുണ്ടെങ്കിലും അതർ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ആണെങ്കിലും മറ്റേ LGBTQ കമ്മ്യൂണിറ്റിയുടെ കാര്യമാണെന്നുണ്ടെങ്കിലും അവർക്കും എന്ത് ചെയ്യുക, ആമ്പിളായിട്ടുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യുക. ഇതൊക്കെ ടാബു ടോപ്പിക്സ് ആണെന്നും പറഞ്ഞ് ഡിസ്കസ് ചെയ്യാതിരിക്കരുത്. അവനവൻ്റെ പ്രോബ്ലംസ് അവനവൻ തന്നെ ഓപ്പണായിട്ട് പറഞ്ഞ് ഹെൽപ്പ് നേടുക. ഓക്കെ. പിന്നെ ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ റൂറൽ ഏരിയാസിലാണെന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക്, റൂറൽ ഏരിയാസ് വില്ലേജ് ഏരിയാസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് ചിലപ്പം അറിവില്ലായ്മ കൊണ്ട് ഹെൽത്ത് ചിലപ്പോൾ അവർ നോക്കാതിരിക്കും. പല അസുഖങ്ങളും വന്ന് എന്താ പറയുക അവശ നിലയിലെത്തുമ്പോഴായിരിക്കും ഇവർ അതിനെക്കുറിച്ച് അറിയുന്നത്. സോ അവർക്ക് സ്ത്രീകൾക്ക് എസ്പെഷ്യലി ഉള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് കൊടുക്കുക റൂറൽ ഏരിയാസിൽ. അവർക്ക് പൈസയൊന്നും സ്വന്തമായിട്ട് കാണണമെന്നില്ല. പിന്നെന്താണ്, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് നമ്മൾ നോക്കേണ്ടത്. പിന്നെ ജെൻഡേർഡ് ഹെൽത്ത് ഡിസ്പാരിറ്റീസൊക്കെ എങ്ങനെ നമുക്ക് അഡ്രസ്സ് ചെയ്യാം അല്ലെങ്കിൽ മാറ്റാം. ജെൻഡർ സെൻസിറ്റീവ് ഹെൽത്ത് കെയർ പ്രൊമോട്ട് ചെയ്യുക. അതായത് ഹെൽത്ത് കെയർ എന്ത് ചെയ്യുക, നമ്മളിപ്പം ആണിനാണെങ്കിലും പെണ്ണിനാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ LGBTQ കമ്മ്യൂണിറ്റി ആണെന്നുണ്ടെങ്കിലും അവർക്ക് എന്താണ് പ്രശ്നമെന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി പോളിസീസൊക്കെ ഡെവലപ്പ് ചെയ്ത് ഹെൽത്ത് കെയറൊക്കെ പ്രൊവൈഡ് ചെയ്യുക. പിന്നെന്താണ്, ഇതുപോലെ തന്നെ മെൻസ്ട്രൽ ഹൈജീൻ പ്രോഡക്ട്സ് പ്രൊവൈഡ് ചെയ്യുക. മെറ്റേണൽ കെയറിന് വേണ്ടുന്ന കാര്യങ്ങൾ കൊടുക്കുക. കോൺട്രാസെപ്റ്റീവ് മെഡിസിൻസൊക്കെ കൊടുക്കുക. പിന്നെ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുക. ഇതിനെക്കുറിച്ചൊക്കെയുള്ള അവെയർനെസ് പ്രോഗ്രാംസ് നടത്തുക. മെൻ്റൽ ഹെൽത്ത് ആണെങ്കിലും മെൻസ്ട്രേഷനെ കുറിച്ചാണെന്നുണ്ടെങ്കിലും റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യുക, പ്രൊമോട്ട് ചെയ്ത് നടത്തുക. പിന്നെന്താണ്, അപ്പോൾ കമ്മ്യൂണിറ്റി അങ്ങനെ മൊത്തത്തിൽ എൻഗേജ് ചെയ്ത് ജെൻഡർ സെൻസിറ്റീവ് ആയിട്ടുള്ള ഹെൽത്ത് പ്രോഗ്രാംസ് അവർക്ക് വേണ്ടി ഓർഗനൈസ് ചെയ്യുക. ഇനി യൂണിറ്റ് 11 എന്താണ്, ടുവേർഡ്സ് എ ജെൻഡർ ഈക്വൽ സൊസൈറ്റി. അതിനകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെൻഡർ ഇക്വാളിറ്റി എന്താണെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ജെൻഡർ ഇക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇൻഡിവിജ്വൽസ് ആരാണെങ്കിലും അതായത് എല്ലാ ജെൻഡേഴ്സിലുള്ള ഇൻഡിവിജ്വൽസിന് ഈക്വൽ റൈറ്റ്സും ഈക്വൽ ഓപ്പർച്യൂണിറ്റീസും റെസ്പോൺസിബിലിറ്റീസും കൊടുക്കുക എല്ലാ മേഖലകളിലും. ഇമ്പോർട്ടൻസ് എന്താ, ജെൻഡർ ഈക്വാളിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ സൊസൈറ്റിയിൽ എല്ലാവരും ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്നു എന്നുള്ളൊരു തോന്നൽ വരും. അപ്പോൾ അവർക്ക് അവരുടെ എല്ലാവരുടെയും ഫുൾ പൊട്ടൻഷ്യൽ അവർക്ക് തന്നെ അവരുടെ എന്ത് ചെയ്യാൻ പറ്റും, റിയലൈസ് ചെയ്യാൻ പറ്റും. ഇനി ജെൻഡർ ഇക്വാളിറ്റി ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ചലഞ്ചസ് എന്താണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കൾച്ചറൽ നോംസ്. നമ്മളെന്ന് പറയുന്നത് പേട്രിയാർക്കി, അച്ഛനാണ് ഹെഡ് അല്ലെങ്കിൽ അച്ഛന്മാർക്കാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ അത് തന്നെ ഫോളോ ചെയ്ത് നമ്മൾ വരുവാണ്. അപ്പോൾ പേട്രിയാർക്കി ഫോളോ ചെയ്യുന്നത്. രണ്ടാമത് സാലറി ഗ്യാപ്സ് വരുന്നത്, അൺഈക്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അൺപെയ്ഡ് ആയിട്ടുള്ള വർക്കുകൾ. പിന്നെ ജെൻഡർ ബേസ്ഡ് വയലൻസ്, സ്ത്രീകൾക്കെതിരെയും LGBTQ കമ്മ്യൂണിറ്റിക്കെതിരെയുള്ള പ്രശ്നങ്ങൾ, വയലൻസുകൾ. ലീഗൽ ബാരിയേഴ്സ്, അതായത് പുവറായിട്ടുള്ള നിയമങ്ങൾ, ജെൻഡർ സെൻസിറ്റീവ് ആയിട്ടുള്ള ലോസ് നമ്മൾ കൊണ്ടുവരണം. ഇനി എങ്ങനെ നമുക്ക് ജെൻഡർ ഈക്വൽ സൊസൈറ്റി കൊണ്ടുവരാം, എല്ലാവർക്കും എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക. ജെൻഡറിനെ കുറിച്ച് അല്ലെങ്കിൽ ജെൻഡർ സെൻസിറ്റീവ് ആയിട്ടുള്ള സിലബസ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുക, സ്കൂളിലാണെങ്കിലും കോളേജസിലാണെങ്കിലും. ഈക്വൽ ആയിട്ടുള്ള ആക്സസ് എഡ്യൂക്കേഷൻ ഗേൾസിനും ബോയ്സിനും ബാക്കിയുള്ള എല്ലാ ഇൻഡിവിജ്വൽസിനും കൊടുക്കുക. പിന്നെ എംപവർമെൻറ്റ് ചെയ്യുക, നമ്മൾ എക്കണോമിക് ഇൻഡിപെൻഡൻസിലൂടെ ജോലി പ്രൊവൈഡ് ചെയ്യുക. സ്ത്രീകൾക്കാണെങ്കിലും ബാക്കിയുള്ള മാർജിനലൈസ്ഡ് ജെൻഡേഴ്സിനും എളുപ്പത്തിൽ ജോലി നമ്മൾ കൊടുക്കുക. അതായത് അവർക്ക് ഫിനാൻഷ്യലായിട്ടുള്ള ഇൻഡിപെൻഡൻസ് കിട്ടുമ്പോൾ പ്രശ്നങ്ങൾ കുറയും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ എന്താണ്, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വർക്കിംഗ് അവേഴ്സ് അമ്മമാർക്ക് കൊടുക്കുക. അപ്പോൾ മക്കളുടെ അടുത്ത് വന്ന് ആരെങ്കിലും എന്ന് വെച്ചാൽ കുട്ടികളെ നോക്കാനാണെന്നുണ്ടെങ്കിൽ അച്ഛന്മാർക്കും അമ്മമാർക്കും, അച്ഛന്മാർക്കും വേണമെന്നുണ്ടെങ്കിൽ മെറ്റേണൽ ലീവ് കൊടുക്കാം. അതായത് പെറ്റേണൽ ലീവ് എന്നുള്ള രീതിയിൽ കുട്ടിയെ നോക്കാനെന്നുള്ള രീതിയിൽ. പിന്നെ ഈക്വൽ റെപ്രസെൻറ്റേഷൻ പൊളിറ്റിക്സിലും ബിസിനസ്സിലും പബ്ലിക് സർവീസസിലും കൊടുക്കുക. സ്ത്രീകൾക്ക് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ പാർട്ടിസിപ്പേഷൻ ഉറപ്പാക്കുക, ഏത് മേഖലയാണെങ്കിലും. പിന്നെ ജെൻഡർ ബേസ്ഡ് വയലൻസിനെതിരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരിക. ക്യാമ്പയിൻസും കമ്മ്യൂണിറ്റി പ്രോഗ്രാംസും അവെയർനെസ് പ്രോഗ്രാംസും കൊണ്ടുവരിക. ഹെൽത്ത് കെയറും വെൽബീയിങ്ങും നല്ല രീതിയിൽ നോക്കുക. LGBTQ കമ്മ്യൂണിറ്റിക്കെതിരെയുള്ള ഓരോ പ്രശ്നങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, മാറ്റുക. ലീഗലായിട്ടുള്ള റിഫോംസ് കൊണ്ടുവരിക, അതിനുവേണ്ടിയുള്ള നിയമങ്ങൾ കൊണ്ടുവരിക. ജെൻഡർ ബേസ്ഡ് വയലൻസും ഡിസ്ക്രിമിനേഷനും ഹാരസ്മെൻറ്റും ഒക്കെ ഉണ്ടെങ്കിൽ അതിനെതിരെയൊക്കെ നിയമങ്ങൾ ശക്തമായിട്ട് കൊണ്ടുവരിക. മീഡിയയിലാണെങ്കിലും ലിറ്ററേച്ചറിലാണെങ്കിലും ആർട്ടിലാണെങ്കിലും എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുക അല്ലെങ്കിൽ ആളുകളെ എഴുതുക.
അപ്പം ഇൻഡിവിജ്വൽസിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സ്റ്റീരിയോ ടൈപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ, ഡിസ്ക്രിമിനേഷനൊക്കെ ഉണ്ടെങ്കിൽ അതിനെതിരെ ഫൈറ്റ് ചെയ്യുക, ബാക്കിയുള്ളവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക, ജെൻഡർ ഇക്വാളിറ്റി പ്രൊമോട്ട് ചെയ്യുക. സ്കൂൾസ് ആൻഡ് യൂണിവേഴ്സിറ്റീസ് എന്ത് ചെയ്യണം? ജെൻഡർ സെൻസിറ്റീവ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക. സ്റ്റുഡൻസിൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യാനും ക്രിട്ടിക്കലി അനലൈസ് ചെയ്യാനും ഒക്കെ അവരുടെ അടുത്ത് തന്നെ എൻകറേജ് ചെയ്യുക. ഗവൺമെൻറ്റിൻ്റെ റോൾ എന്താണ്? അവർ നല്ല രീതിയിലുള്ള ജെൻഡർ ഇൻക്ലൂസീവ് പോളിസീസ് കൊണ്ടുവരിക. LGBTQ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയൊക്കെ അവരെ ഹെൽപ്പ് ചെയ്യാനൊക്കെയുള്ള ഓരോ നിയമങ്ങളും കൊണ്ടുവരിക, പോളിസീസ് കൊണ്ടുവരിക. മീഡിയ എന്ത് ചെയ്യണം? ജെൻഡർ ഇക്വാളിറ്റിക്ക് വേണ്ടിയുള്ള അവയർനെസ് പ്രൊമോട്ട് ചെയ്യുക. അപ്പം ഇതൊക്കെയാണ്. പിന്നെ UN ഗ്ലോബൽ മൂവ്മെൻറ്റ്സ് ജെൻഡർ ഇക്വാളിറ്റി തമ്മിലുള്ള, അതായത് ബാക്കിയുള്ള രാജ്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, UN എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുണൈറ്റഡ് നേഷൻസ് അവരെന്താ പറഞ്ഞേക്കുന്നത്? വിമൻസ് ക്യാമ്പയിനൊക്കെ അവർ നടത്തുന്നുണ്ട്. ഹീ ഫോർ ഷീ. അത് ഈ ജെൻഡർ ഇക്വാളിറ്റി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയുള്ളൊരു പ്രോഗ്രാമാണ്. ഇൻ്റർനാഷണൽ വിമൻസ് ഡേ ഉണ്ട്. അതുപോലെ തന്നെ എന്താണ്, LGBTQ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി കുറേ NGOs, നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസ് അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. സോ അങ്ങനെയുള്ള ഓർഗനൈസേഷൻസൊക്കെ കൊണ്ടുവരിക. അപ്പോൾ ഇത് ജെൻഡർ ഇക്വാളിറ്റി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയുള്ളൊരു കാര്യമാണ് സൊസൈറ്റിയിലെ എല്ലാ മേഖലകളിലും. അപ്പോൾ ഇതിനകത്ത് ഞാൻ മൊഡ്യൂൾ എന്തിനെക്കുറിച്ചാണ്, മൊഡ്യൂൾ 1-നകത്ത് യൂണിറ്റ് 1, മൊഡ്യൂൾ 2-നകത്ത് യൂണിറ്റ് 2, അതായത് മൊഡ്യൂൾ 1, മൊഡ്യൂൾ 2, മൊഡ്യൂൾ 3, മൊഡ്യൂൾ 4 ഈ ഒരു ഓഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട്. മൊഡ്യൂൾ 5-ലുള്ള ബാക്കി യൂണിറ്റ്സ് അടുത്ത ഓഡിയോയ്ക്കകത്ത് ഇടും.